നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളുടെ വിസകൾ പിൻവലിക്കുമെന്ന് അമേരിക്ക. തന്ത്രപ്രധാനമായ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒഴിവാക്കുമെന്നും അമേരിക്ക. ട്രംപ് ഭരണകൂടവുമായി പിരിഞ്ഞ ഇലോൺ മസ്ക് ഡോജ് വിഭാഗത്തിൻ്റെ തലവനായി ഇനി പ്രവർത്തിക്കാനാവില്ല. പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരമൊരുക്കിയ ട്രംപിന് നന്ദിയെന്നും മസ്ക്. ഇറാനിൽ കാണാതായ ഭാരതീയരെ കണ്ടെത്താൻ നടപടികൾ തുടരുകയാണ് എന്ന് വിദേശകാര്യമന്ത്രി. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഉഭയകക്ഷി തലത്തിൽ മാത്രം. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആകില്ല എന്നും വിദേശകാര്യ വക്താവ്. IPL-ൽ ആദ്യ ക്വാളിഫയർ ഇന്ന്. പഞ്ചാബ് ബംഗളൂരുവിനെ നേരിടും. മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. മമതാ ബാനർജിക്ക് എതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും ബംഗാൾ മോചനം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ ജനാധിപത്യ വിശ്വാസം പുനഃസ്ഥാപിക്കുകയാണ് BJP പ്രവർത്തകരുടെ മുമ്പിലെ പ്രധാന വെല്ലുവിളിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാൾ को अब हिंसा की तुष्टीकरण की दंगों की महिला अत्याचार की घोटालों की राजनीति से मुक्ति चाहिए. अब पश्चिम बंगाल के सामने भाजपा का विकास मॉडल है. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബംഗാളിൽ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ അദ്ദേഹത്തിൻ്റെ വലിയ സമ്മേളനം, വലിയ വമ്പൻ ജനസാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിലുണ്ടായത്. ആ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മമതാ ബാനർജിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. പ്രത്യേകിച്ചും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും ബംഗാൾ മോചനം ആഗ്രഹിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പൊതുപരിപാടിയിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഒപ്പം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പശ്ചിമ ബംഗാൾ സർക്കാരിനെ, മമതാ ബാനർജി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തന്നെ പശ്ചിമ ബംഗാളിൽ നിയമവാഴ്ച തകർന്നു എന്ന രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുമ്പോഴും സംസ്ഥാന സർക്കാർ ക്രൂരതയോടുകൂടി മുൻപോട്ട് പോകുന്നു. സംസ്ഥാനത്ത് ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടുന്ന സമൂഹം ബംഗാൾ വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ്. അക്രമ രാഷ്ട്രീയവും തൊഴിലില്ലായ്മയും നിറഞ്ഞ അഴിമതിയും, മമതാ ബാനർജി സർക്കാരിന് കീഴിലുള്ള നിറഞ്ഞ അഴിമതിയും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി അവർ പശ്ചിമ ബംഗാൾ വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മാൾഡയിലെയും മുർഷിദാബാദിലും നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ സർക്കാരിൻ്റെ ക്രൂരതയും സർക്കാരിൻ്റെ പിന്തുണയോടും കൂടിയാണ് മുർഷിദാബാദിലും മാൾഡയിലും അതിക്രമങ്ങൾ നടന്നിട്ടുള്ളത്. അവിടെ പോലും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനോ അല്ലെങ്കിൽ സംരക്ഷണം നൽകാനോ മമതാ ബാനർജി സർക്കാരിന് സാധിച്ചിട്ടില്ല. എല്ലാ മേഖലയിലും തികഞ്ഞ പരാജയമാണ് മമതാ ബാനർജി സർക്കാർ എന്നും ബംഗാളിൻ്റെ മണ്ണൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന പ്രഖ്യാപനം കൂടിയാണ് പശ്ചിമ ബംഗാളിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മുർഷിദാബാദിലും മാൾഡയിലും നടന്നിട്ടുള്ള കലാപങ്ങൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുകയുണ്ടായി. അവിടെ അക്രമികൾ അഴിഞ്ഞാടിയപ്പോൾ സർക്കാർ ക്രൂരതയോടെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന വിമർശനമാണ് മമതാ ബാനർജിക്കെതിരെ പ്രധാനമന്ത്രി ഉയർത്തിയിട്ടുള്ളത്. മുർഷിദാബാദിലും മാൾഡയിലും നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും കടകളും വീടുകളും ക്ഷേത്രങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. അവിടെ നിരവധി കുടുംബങ്ങൾ താൽക്കാലികമായെങ്കിലും പലായനം ചെയ്തതിൻ്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു. പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടായിരുന്നു ആ വിഷയത്തിൽ അന്വേഷണം പോലും CBIക്ക് വിട്ടിട്ടുള്ളത്. അത്രയും ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയപ്പോഴും അക്രമികളെ സംരക്ഷിച്ചു നിർത്താൻ തീവ്ര ഇസ്ലാമിക സംഘടനകളെ കൂടെ നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമങ്ങളും നടപടികളുമായിരുന്നു
മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് കേസിൻ്റെ അന്വേഷണം പോലും CBIക്ക് വിട്ടത്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ നിയമവാഴ്ച പൂർണ്ണമായും അവസാനിച്ചുവെന്നും അല്ലെങ്കിൽ പൂർണ്ണമായും തകർന്നെന്നും അക്രമ രാഷ്ട്രീയവും അഴിമതിയും തൊഴിലില്ലായ്മയും ബംഗാളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന വിമർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. കൂടാതെ ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ചും അദ്ദേഹം ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പഹൽഗാമിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം ഭീകരവാദികൾ മായ്ച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇന്ന് രാജ്യം നൽകിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ മണ്ണിൽ ഭീകരാക്രമണം നടത്തിയാൽ അതിന് തിരിച്ചെന്ത് വില നൽകേണ്ടി വരും എന്ന പാഠം ഭീകരരെ പഠിപ്പിച്ചു എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിനോദ്, വളരെ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിലാണ് ജനങ്ങളുമായി സംസാരിച്ചത്. മമതാ സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനങ്ങൾ ചൊരിഞ്ഞു. പ്രത്യേകിച്ചും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും ബംഗാൾ മോചനം ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ ജനാധിപത്യ വിശ്വാസം പുനഃസ്ഥാപിക്കുകയാണ് BJP പ്രവർത്തകരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളുടെ വിസകൾ പിൻവലിക്കുമെന്ന് അമേരിക്ക. തന്ത്രപ്രധാനമായ മേഖലകളിൽ പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥികളെ ഒഴിവാക്കും. ചൈനയിലെയും ഹോങ്കോങ്ങിലെയും വിദ്യാർത്ഥികൾക്ക് നിബന്ധന ബാധകമാകുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ ലഭ്യമാക്കുന്നതിനുള്ള അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ ഇന്നലെ മാർക്കോ റൂബിയോ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്ന് അറിയിപ്പ്. തന്ത്രപ്രധാനമായ മേഖലകളിൽ ഗവേഷണം നടത്തുന്ന ചൈനീസ് വിദ്യാർത്ഥികളെയും ഒഴിവാക്കുമെന്ന് മാർക്കോ റൂബിയോ അറിയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത്. ചൈനയിലെയും ഹോങ്കോങ്ങിലെയും വിദ്യാർത്ഥികൾക്ക് നിബന്ധന ബാധകമാകും. 2,80,000-ഓളം ചൈനീസ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം മാത്രം അമേരിക്കയിലെ സർവകലാശാലകളിൽ പ്രവേശനം നേടിയത്. ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗവുമായി സഹകരിച്ചായിരിക്കും നടപടി സ്വീകരിക്കുക എന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടവുമായി പിരിഞ്ഞ ഇലോൺ മസ്ക് ട്രംപ് സർക്കാർ രൂപീകരിച്ച ഡോജ് വിഭാഗത്തിൻ്റെ തലവനായി ഇനി പ്രവർത്തിക്കാനാകില്ല എന്ന് മസ്ക് വ്യക്തമാക്കി. പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരമൊരുക്കിയ US പ്രസിഡന്റിന് മസ്ക് നന്ദിയും പറഞ്ഞു. അടുത്ത ദിനം തന്നെ ട്രംപ് നടപ്പിലാക്കിയ ഭരണപരിഷ്കരണ വിഭാഗമാണ് ഡോജ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നാണ് ഡോജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനുവരി 20 അധികാരമേറ്റ ദിനം തന്നെ ഇലോൺ മസ്കിനെ പദവിയിൽ നിയോഗിച്ചിരുന്നു. വർഷം തോറും 130 ദിവസം ഡോജിനു വേണ്ടി പ്രവർത്തിക്കാനും ഇലോൺ മസ്കിന് അനുമതി നൽകി. കാര്യക്ഷമമായ ഭരണം ഉറപ്പാക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ട്രംപിനൊപ്പം പ്രവർത്തിക്കാനായത് നേട്ടമായി കണക്കാക്കുന്നുവെന്ന് മസ്ക് സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഡോജ് ദൗത്യം കൂടുതൽ കാര്യക്ഷമമാകുമെന്നും അദ്ദേഹം വിരമിക്കൽ കുറിപ്പിൽ പറയുന്നു. ട്രംപിന്റെ പുതിയ നികുതി ബജറ്റ് നിർദ്ദേശങ്ങളുമായി കൃത്യമായ വിയോജിപ്പ് ഇലോൺ മസ്ക് തുറന്നു പറഞ്ഞിരുന്നു. വൻതോതിൽ നികുതി നിരക്ക് വർധനവും പ്രതിരോധ ചെലവുകൾ ഉയർത്തിയതും സംബന്ധിച്ച എതിർപ്പാണ് ഇലോൺ മസ്ക് പങ്കുവച്ചത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇറാനിൽ കാണാതായ ഭാരതീയരെ കണ്ടെത്താൻ നടപടികൾ തുടരുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഉഭയകക്ഷി തലത്തിൽ മാത്രമായിരിക്കും. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ല എന്ന് ആവർത്തിക്കുകയാണ് വിദേശകാര്യ വക്താവ്. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ നിലപാട് അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിലവിലെ അവസ്ഥയിൽ തുടരും. പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എന്ന ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത് സംബന്ധിച്ച് അമേരിക്കയുമായി കൃത്യമായ ധാരണയുണ്ട് എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനിൽ കാണാതായ ഭാരതീയരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അത്തരം നടപടികൾ തുടരുന്നു എന്ന് വിദേശകാര്യ വക്താവ് പറയുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള ചർച്ചയുടെ കാര്യം, ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ല എന്നും വിദേശകാര്യ വക്താവ് ആവർത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, തീർച്ചയായും ഇറാനിൽ കാണാതായ ഭാരതീയരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ അനുബന്ധ എംബസികളും ചേർന്ന് ഇറാനിൽ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളെല്ലാം തന്നെ തുടരുകയാണ് എന്നാണ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇറാൻ ഇതിൽ കൃത്യമായ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബന്ധം ഇക്കാര്യത്തിൽ പുലർത്തുകയും അധികം വൈകാതെ ഇറാനിൽ കാണാതായവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഉള്ളതായും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനുമായുള്ള വിഷയത്തിലുള്ള ചർച്ചകൾ
ഉഭയകക്ഷി ചർച്ചകൾ മാത്രമായിരിക്കുമെന്ന കൃത്യമായൊരു നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ പലതവണ പാകിസ്ഥാനും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഭാരതത്തിൻ്റെയും പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ പ്രധാന വിഷയമായ കാശ്മീർ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ ഭാരതം വളരെ കൃത്യമായി പറയുന്നത് മൂന്നാമത്തെ കക്ഷി ഒരു ത്രികക്ഷി ചർച്ച ഇക്കാര്യത്തിലില്ല എന്ന നിലപാട് തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ തുടരുമെന്ന ഉഭയകക്ഷി ചർച്ച മാത്രമാണ് സാധ്യതയുള്ളത് പാകിസ്ഥാനുമായി, മറ്റൊരു കക്ഷിയുമായുള്ള ചർച്ച ഇക്കാര്യത്തിലില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് ഭാരതം. മാത്രമല്ല മറ്റ് സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ ആ നിലപാട് അവസാനിപ്പിക്കുന്നത് വരെ ഭാരതത്തിൻ്റെ സിന്ധു നദീജല കരാർ സസ്പെൻഷനിൽ തന്നെ അല്ലെങ്കിൽ അത് നിർത്തിവെച്ച അവസ്ഥയിൽ തന്നെ തുടരുമെന്ന ഒരു മുന്നറിയിപ്പും കൃത്യമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില നിലപാടുകളും വളരെ കൃത്യമായി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ പ്രതിനിധികളായി ലോകത്തെ മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറും അത് സംബന്ധിച്ചുണ്ടായ രാഷ്ട്രീയ വിഷയങ്ങളുമെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രതിനിധിതല സംഘങ്ങൾ യാത്ര ചെയ്യുകയാണ്. പലയിടങ്ങളിലും അവർ യാത്ര ചെയ്ത് കഴിഞ്ഞു. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ പല രാജ്യങ്ങളും പാനമ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ എത്തുകയും ചെയ്തു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന വിവരം. അത്തരത്തിലുള്ള ഈ സംഘം വിശദീകരണ സംഘം ഡെലിഗേറ്റ്സിൻ്റെ ആ ഒരു സന്ദർശനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ രാജ്യങ്ങൾക്കെല്ലാം തന്നെ പ്രതിനിധി സംഘം എത്തുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്ന് തിരിച്ചറിയാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സുപ്രധാനമായ ഘടകം എടുത്തു പറയുന്നത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് ഭാരതീയരായ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് സംബന്ധിച്ചുള്ളൊരു ധാരണയാണ്. ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൃത്യമായൊരു ധാരണയുണ്ട്. അതുപ്രകാരമുള്ള നടപടികൾ തുടരും. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, എസ് ജയശങ്കർ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതായത് അമേരിക്കയിൽ എങ്ങാനും അനധികൃതമായി കുടിയേറിയ ഭാരതീയരുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു എതിർപ്പുമില്ല. അത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിലും അനധികൃതമായ ഏതെങ്കിലും ഭാരതീയനുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പൂർണ്ണമായ പിന്തുണ തന്നെയാണ് നൽകുന്നതെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം വീണ്ടും കൂടിയാണ് രൺധീർ ജയ്സ്വാൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിൻ്റെ നിലപാട്, അതായത് പാകിസ്ഥാനുമായുള്ള വിഷയത്തിലെ ഭാരതത്തിൻ്റെ നിലപാട് കടുത്ത നിലപാടാണെന്ന് ഊന്നി പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വിനോദ്, തീർച്ചയായും പാകിസ്ഥാനുമായി ഭാരതത്തിൻ്റെ നിലപാടിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ല എന്ന് വിദേശകാര്യ വക്താവ് ആവർത്തിക്കുന്നു. അതേപോലെ തന്നെ ഇറാനിൽ കാണാതായ ഭാരതീയരെ കണ്ടെത്തുന്നതിന് നടപടി കൂടുതൽ ഊർജിതമാക്കുന്നു. അമേരിക്കയിൽ അവിടെ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ തിരികെ എത്തിക്കുന്നതിനും നടപടികൾ തുടരുകയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. ഹാർവാർഡ് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദ്യാർത്ഥികളുടെ എണ്ണം 15% നിജപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. നിലവിൽ ഹാർവാർഡ് സർവകലാശാലയിലെ 31% വിദ്യാർത്ഥികളും വിദേശികളാണ്. അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നതിനാണ് പുതിയ പരിഷ്കാരം. ഹാർവാർഡ് സർവകലാശാലയെ വീണ്ടും മഹത്തരമാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 15% നിജപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. നിലവിൽ 31% ഹാർവാർഡ് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ അനുപാതം. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതോടെ അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുക എന്നാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. They have foreign students, about 31% of their students are foreign-based, almost 31%. We want to know where those students come. Are they troublemakers? What countries do they come? And we're not going to, if somebody is coming from a certain country and they're 100% fine, which I hope most of them are, but many of them won't be, you're going to see some very radical people. They're taking people from areas of the world that are very radicalized, and we don't want them making trouble in our country. We have people who want to go to Harvard and other schools. They can't get in because we have foreign students there. But I want to make sure that the foreign students are people that can love our country. ഹാർവാർഡ് സർവകലാശാലയ്ക്കുള്ള ഗവേഷണ ഗ്രാന്റ് നേരത്തെ ട്രംപ് വെട്ടിക്കുറച്ചിരുന്നു. മാത്രമല്ല ഫെഡറൽ ഏജൻസികളുമായുള്ള കരാറുകൾ റദ്ദാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹാർവാർഡ് സർവകലാശാല രാജ്യത്തെ ആദരിക്കുന്നില്ലെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വീണ്ടും വാർത്തയിലേക്ക്. പാകിസ്ഥാനെ തകർക്കാൻ കരുത്തുണ്ടായിട്ടും ഭാരതം സംയമനം പാലിച്ചെന്ന് പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ല എന്നും ഭീകരവാദത്തിനൊപ്പം നിന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടന പ്ലീനറിയിൽ സംസാരിക്കവെയാണ്
ഭീകരതയ്ക്കൊപ്പം നിന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനെ തകർക്കാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ലെന്നും ഭീകരരെ വിട്ടുനൽകുന്നതും പാക് അധിനിവേശ ജമ്മു കശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शक्ति और संयम इन दोनों का समन्वय का हमने दुनिया के सामने एक शानदार उदाहरण पेश किया है. हम और कुछ कर सकते थे, लेकिन संयम भी बरता है. तो शक्ति और संयम दोनों का एक शानदार उदाहरण हमने दुनिया के सामने पेश किया है. हमने पाकिस्तान के साथ अपने इंगेजमेंट और स्कोप ऑफ डायलॉग को रिकैलिब्रेट किया है. अब जब भी बात होगी केवल आतंकवाद पर बात होगी, पीओके पर बात होगी और किसी दूसरे मुद्दे पर पाकिस्तान के साथ बात नहीं होगी. പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതത്തിന്റേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ദേശീയ സുരക്ഷയ്ക്കും മേക്ക് ഇൻ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ചു. യുദ്ധവിമാനങ്ങളിലും മിസൈൽ സംവിധാനത്തിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജനം, ഡൽഹി. കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി തുടർന്ന യോഗി സർക്കാർ 24 മണിക്കൂറിൽ 11 ഏറ്റുമുട്ടലിൽ നടന്നു. 14 ഗുണ്ടകൾ പിടിയിലായി. പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത്. കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് പല ഗുണ്ടാത്തലവന്മാരെയും പിടികൂടിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മോഷണം, പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതികളെയാണ് എൻകൗണ്ടറിലൂടെ കീഴ്പ്പെടുത്തിയത്. ലക്നൌവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായ കമൽ കിഷോർ, ബാദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദിൽ പോലീസ് കോൺസ്റ്റബിളിനെ വധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഗുണ്ടയെ എൻകൗണ്ടറിലൂടെ പിടികൂടി. അതിനിടെ ഹാപ്പൂരിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിലുള്ള നവീൻ കുമാർ എന്ന ഗുണ്ട കൊല്ലപ്പെട്ടു. യോഗി അധികാരത്തിലേറിയ 2017 മാർച്ച് മുതൽ ഇതുവരെ 223 കൊടും ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. 20,221 കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ജനം, ഡൽഹി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ വടക്കുകിഴക്കൻ മേഖല വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻപ് ഒരിക്കലുമില്ലാത്ത വിധം വൻ നിക്ഷേപങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നടക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിൽ വെർച്വൽ മാർഗം പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 1975 മെയ് 16 ഭാരതത്തിന്റെ 22ാമത്തെ സംസ്ഥാനമായി സിക്കിം നിലവിൽ വന്നത്. ഹിതപരിശോധനയിൽ ഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അഭിപ്രായപ്പെട്ടതോടെ രാജഭരണം അവസാനിച്ച് സംസ്ഥാനം രൂപപ്പെടുകയായിരുന്നു. ഇതിന്റെ 50ാം വാർഷികാഘോഷത്തിലാണ് പ്രധാനമന്ത്രി വെർച്വൽ മാർഗം പങ്കെടുത്തത്. നേരിട്ട് പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് യാത്ര റദ്ദാക്കുകയായിരുന്നു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് പുരോഗതിയുടെ മാതൃകയായി സിക്കിം മാറിയെന്ന് प्रधानमंत्री अभिप्रायപ്പെട്ടു. सिक्किम आज देश का गर्व है. इन 50 वर्षों में सिक्किम प्रकृति के साथ प्रगति का मॉडल बना. बायोडायवर्सिटी का बहुत बड़ा बगीचा बना. 100% ऑर्गेनिक स्टेट बना. कल्चर और हेरिटेज की समृद्धि का प्रतीक बनकर सामने आया. പാവങ്ങൾ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നീ 4 തൂണുകളിലാകും വികസിത ഭാരതം കെട്ടിപ്പൊക്കുകയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 750 കോടി രൂപ മുടക്കി നിർമ്മിച്ച 500 കിടക്കകളുള്ള ആശുപത്രിയും റോപ്പ് വേയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഗാംഗ്ടോക്കിൽ സ്ഥാപിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമാ അനാച്ഛാദന കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിനിധി സംഘം കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഭീകരതയ്ക്കെതിരെ ഭാരതത്തിന്റെ ഉറച്ച നിലപാട് ശക്തമായി ആവർത്തിച്ചുകൊണ്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനം. സംഘം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. െതിരായ രാജ്യത്തിന്റെ നിലപാടിനുള്ള അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സർവകക്ഷി പാർലമെന്ററി സംഘം കുവൈറ്റിലെത്തിയത്.
ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ ഏകകമാന നിലപാട് ആഗോള സമൂഹത്തിനു മുന്നിൽ ശക്തമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളടങ്ങിയ സംഘം സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയത്. BJP MP ബൈജയന്ത് പാന്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിഷികാന്ത് ദുബെ, അസറുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ്, രേഖ ശർമ്മ, സത്ന സിംഗ് സന്ധു, ഹർഷ് ശൃംഗള എന്നിവരും ഉൾപ്പെട്ടിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയുമായി ഔപചാരിക കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ദൃഢവും വ്യക്തവുമായ നിലപാട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് ഭരണകൂടം, മാധ്യമങ്ങൾ, പ്രവാസി സമൂഹം തുടങ്ങി എല്ലാ തലങ്ങളിലും ശക്തമായി പ്രകടമാക്കുകയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ സംഘം 250 വർഷത്തെ ഇന്ത്യ കുവൈറ്റ് സൗഹൃദം എന്ന പ്രദർശനം, മസ്ജിദുൽ കബീർ, കുവൈറ്റ് ടവർ തുടങ്ങിയ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലും എത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളുമായി സംവദിക്കുകയും മാധ്യമപ്രവർത്തകരുമായി പ്രത്യേക ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടത്തപ്പെട്ട ഈ സന്ദർശനം കുവൈറ്റിലെ പൊതുസമൂഹത്തിൽ ഊട്ടിയുറപ്പുള്ള പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചതായി സംഘം അറിയിച്ചു. ജനം, കുവൈറ്റ്. 4 പതിറ്റാണ്ടിന് ശേഷം എവറസ്റ്റ് കീഴടക്കി ഭാരതസേന. ഭാരതസേനയുടെ സാഹസിക വിഭാഗമാണ് പർവ്വതാരോഹണത്തിന് നേതൃത്വം നൽകിയത്. സിൽവർ ജൂബിലി എവറസ്റ്റ് പര്യവേഷണം എന്നാണ് ഈ ദൗത്യത്തിന് പേര് നൽകിയത്. സൈന്യത്തിൻ്റെ പർവ്വതാരോഹണ ചരിത്രത്തെ അടയാളപ്പെടുത്തുക കൂടിയാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ലഫ്റ്റനന്റ് കേണൽ ഭാനു പഥക്കിൻ്റെ നേതൃത്വത്തിൽ മേജർ മെഹക് മേത്ത, മേജർ അനിരുദ്ധ് എന്നിവരായിരുന്നു സംഘത്തിലെ പ്രധാന പർവ്വത ആരോഹകർ. ടീമിൽ 3 ഓഫീസർമാരും 6 ജൂനിയർ കമ്മീഷണർ ഓഫീസർമാരും 13 നോൺ കമ്മീഷൻഡ് ഓഫീസർമാരും ഉൾപ്പെട്ടിരുന്നു. 1985 ആദ്യ എവറസ്റ്റ് പര്യവേഷണത്തിന് ഉള്ള ആദരം കൂടിയായിരുന്നു ഇന്നത്തെ പര്യവേഷണം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച അസർബൈജാനിൽ വിനോദസഞ്ചാര കോൺഫറൻസ് നടത്താനൊരുങ്ങി മലയാളി സംഘടന. വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയാണ് വിനോദസഞ്ചാര മേഖലയിലെ വിദേശ നിക്ഷേപങ്ങൾ ലക്ഷ്യം വെച്ച് കോൺഫറൻസ് നടത്തുന്നത്. ജൂൺ 27 മുതൽ 30 വരെയാണ് അസർബൈജാനിൽ കോൺഫറൻസ് നടത്തുക. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതം അസർബൈജാനിലേക്ക് വിനോദസഞ്ചാരത്തിന് വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം കവടിയാർ ആസ്ഥാനമായ സംഘടനയാണ് വിമർശനങ്ങൾ ഉയർന്നിട്ടും രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി പ്രമുഖ വ്യക്തികളും മാധ്യമപ്രതിനിധികളും പങ്കെടുക്കുന്ന കോൺഫറൻസ് അസർബൈജാനിൽ വച്ച് നടക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് തീരുമാനമെടുത്ത 2 രാജ്യങ്ങളായിരുന്നു അസർബൈജാനും തുർക്കിയും. ഈ രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ പോകുന്നവർക്ക് ഭാരതം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ ഭീകരവാദ ഭീഷണി നേരിടുന്ന തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പ്രമുഖർ ഉൾപ്പെടുന്ന മലയാളി സംഘടന ശത്രു രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുന്നത്. വേൾഡ് മലയാളി സംഘടനയുടെ കോൺഫറൻസ് അസർബൈജാനിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക ലാഭം വലുതാണ്. രാജ്യത്തിന്റെ താൽപ്പര്യങ്ങളെ മാനിക്കാതെ ഭീകരവാദ ശക്തികളോടൊപ്പം മുന്നോട്ടു പോവുകയാണ് മലയാളി സംഘടന കൂടിയായ WMC. ജൂൺ 27 മുതൽ 30 വരെയാണ് കോൺഫറൻസ് നിശ്ചയിച്ചിട്ടുള്ളത്. $350 നികുതിയുമാണ് കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഫീസ്. കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ എത്തുന്നവർ വിമാന ടിക്കറ്റ് സ്വന്തമായി എടുക്കണം. ഇതിലൂടെ അസർബൈജാൻ പോലുള്ള ഭീകര രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് വൻ സാമ്പത്തിക നേട്ടമാണ്. വിനീഷ്, ജനം, തിരുവനന്തപുരം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള കേന്ദ്ര അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ സംസ്ഥാനം നടപ്പാക്കുന്നില്ല എന്നും സ്വന്തം വീഴ്ച മറച്ചുവെച്ച് കേന്ദ്രത്തെ പഴിചാരുക മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം. കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാതെ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കുവാനുള്ള നീക്കമാണ് ഇതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യ-വന്യജീവി സംഘർഷം നേരിടുന്നതിന് മതിയായ പദ്ധതികളും നിർദ്ദേശങ്ങളും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാത്തതാണ് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് വാർഡന് ഇപ്പോൾ തന്നെ അധികാരമുണ്ട്. കൃഷിനാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഈ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിക്കുന്നു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് മറച്ചുപിടിക്കുവാനുള്ള നീക്കമാണ് നിലവിലുള്ളതെന്നും BJP വിമർശിക്കുന്നു. സംസ്ഥാനത്ത് ഭൂരിഭാഗമിടങ്ങളിലും സോളാർ വൈദ്യുത വേലി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് CAG റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ
പ്രൊജക്ട് എലിഫന്റ്, പ്രൊജക്ട് ടൈഗർ എന്നീ പദ്ധതികളിലൂടെ കിടങ്ങുകളും വൈദ്യുത വേലികളും സ്ഥാപിക്കുവാൻ അനുവാദവും നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ തുകയും നൽകുന്നുണ്ട്. എന്നാൽ ഈ തുകയൊന്നും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നില്ലെന്നാണ് BJP വിമർശിക്കുന്നത്. കേരളത്തിലെ വനഭൂമി KSEB ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറി ഉപയോഗിക്കുന്നുണ്ടെന്നും വന്യജീവി ആക്രമണങ്ങൾ പെരുകാൻ ഇതും കാരണമാകുന്നുണ്ടെന്നും BJP പറയുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകന് നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിലും സർക്കാരിന് വീഴ്ച സംഭവിച്ചു. ആക്രമണമുണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിയമം. ഇതുപോലും നടപ്പിലാക്കാൻ സർക്കാർ സാധിക്കുന്നില്ല. ഇതുമൂലം പലവിധ സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ് കർഷകനെന്നും BJP വിമർശിക്കുന്നു. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ സ്വന്തം പരാജയം മറച്ചുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പഴിചാരാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്നും BJP വിമർശിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാരും BJPയും വന്യമൃഗ പ്രശ്നങ്ങളിൽ ദുരിതം നേരിടുന്ന ജനങ്ങൾക്കൊപ്പമാണെന്നും BJP പറയുന്നു. ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരെയും കർഷകരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും BJP വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. നമസ്തേ.